അതാണ് ഗൈസ് നോക്കൂ, ഫൈനലി നമ്മളങ്ങനെ വെസ്റ്റ് ബംഗാളിലാണ്. ഇന്നലത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും അറിയാം നമ്മളങ്ങനെ വെസ്റ്റ് ബംഗാളിലാണ് ഇപ്പോൾ ഉള്ളത്. ഗൈസ് നോക്കൂ, അതായത് നമ്മളങ്ങനെ നാട്ടിലേക്ക് തിരിച്ചു പോവാണ്. ഗൈസ് നോക്കൂ, എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ മൊത്തം കേസിൽ ഒരു കേസ് മാത്രമേ തീർന്നിട്ടുള്ളൂ. ഒരു കേസ് മൊത്തം തീർന്നു. ഇനിയും കേസുകളുണ്ട്. അപ്പം ഇപ്പം 2 കേസിന് ഹാജരാകണം. അപ്പം അതൊന്നാമത്തെ കാര്യം. ഇനി അതുകൂടാതെ അടുത്തൊരു കേസുണ്ട്. അതായത് നമ്മുടെ പാസ്പോർട്ട് 2 വർഷമുള്ളൂ. അപ്പം നമ്മളത് കൂട്ടിക്കിട്ടാൻ വേണ്ടി കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് വേണം. പിന്നെ അതുകൂടാതെ ഞങ്ങളുടെ പാസ്പോർട്ട് തീരുവാണ്. അപ്പം 5 മാസത്തിൽ കുറവാണ് നമ്മുടെ പാസ്പോർട്ടിൻ്റെ വാലിഡിറ്റി എങ്കിൽ നമുക്ക് വിസ കിട്ടൂല. 6 മാസം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒരു രാജ്യത്ത് നമ്മുടെ ഇപ്പോൾ വിസ ഉണ്ടെങ്കിൽ 5 മാസത്തിൽ കുറവാണെങ്കിൽ ഒരു രാജ്യം നമുക്ക് എൻട്രി കയറ്റി വിടൂല. യെസ്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പാസ്പോർട്ട് ശരിയാക്കണം. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ കേസിന് ഹാജരാകണം. പിന്നെ അത് രണ്ടും കൂടാതെ വേറൊരു സംഭവം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2-3 ഇൻ്റർവ്യൂകളുണ്ട്. അപ്പോൾ അതിനൊന്ന് അറ്റൻഡ് ചെയ്യണം. അതായത് നമ്മൾ പോകുന്ന ഓരോ രാജ്യങ്ങളുടെ ഇൻ്റർവ്യൂ ആണ്. ഇനി അത് കൂടാതെ ഞങ്ങളൊരു സ്ഥാപനം തുടങ്ങാനുള്ള പരിപാടിയുണ്ട്. കുറേ നാളായി. അപ്പോൾ അതിങ്ങനെ പെൻഡിങ് ഇരിക്കുമായിരുന്നു. അപ്പം അതിനുള്ള സ്ഥലം, സാധനങ്ങൾ, അതിൻ്റെ ബിൽഡിങ്ങുകൾ, സംഭവങ്ങൾ അത് ചെയ്യണം. നോക്കൂ, അതായത് ഇത്ര നാളും നമ്മൾ യാത്ര ചെയ്ത് നമുക്ക് ഇങ്ങനെ പ്രശ്നങ്ങളില്ല. ഈ വിദേശരാജ്യത്ത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വിഷയം നമുക്ക് ഈ കേസിന് ഹാജരാകേണ്ടതാണ് നമുക്ക് വരുന്നത്. അപ്പം ഈ കേസിന് ഹാജരാകേണ്ടത് മസ്റ്റാണ്. അല്ലെങ്കിൽ പോകേണ്ട കാര്യമില്ലായിരുന്നു. നമുക്ക് ഇച്ചിരി കൂടെ നീട്ടി വെച്ച് ഒരു 1-2 മാസം കഴിഞ്ഞ് അതായത് നമുക്ക് 2 വിളി വരെ പോകാതിരിക്കാം. 3ാമത്തെ വിളി പോയിട്ടില്ലെങ്കിൽ അടുത്ത വാരം അതൊക്കെ മാറി. ഇപ്പം നമ്മൾ ഒരു പ്രാവശ്യം ഹാജരായില്ലെങ്കിൽ നമ്മൾ എതിർകക്ഷി വരുന്നതിൻ്റെ ഒരാൾക്ക് 1500 വെച്ച് കോടതി കെട്ടണം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വന്നാലല്ലേ, ഇതുമായിട്ട് അവർ വന്നിട്ടില്ലല്ലോ. അപ്പം ഫൈനലി നമ്മളങ്ങനെ നാട്ടിലേക്ക് തിരിക്കുകയാണ്. ഏതാണ്ട് 4-5 ദിവസങ്ങൾ നമ്മളെത്തും. പിന്നെ അതുകൂടാതെ ഞങ്ങൾ നാട്ടിൽ ചെയ്യേണ്ട ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. ഇത്രയും നാളും നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തു. നമ്മൾ ആരൊക്കെ എന്തൊക്കെ സഹായം ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ പല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. ഇനിയും നമുക്ക് സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങേണ്ട സമയമാണ്. നമുക്ക് നമ്മൾ തന്നെ സപ്പോർട്ട് ചെയ്യണം. അതെ അല്ലേ ഗൈസ്. അപ്പോൾ അത് അതിക്രമിച്ചിരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ സ്വപ്ന പദ്ധതിയാണ്. ഞങ്ങൾ കുറേ പദ്ധതിയായിട്ട് വന്നിട്ടുണ്ട്. എല്ലാം ഗുണ്ടുപോലെ പൊട്ടിയിട്ടേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ഗതി എന്താണെന്ന് അറിയില്ല. ഇത് ഇച്ചിരി പൈസ മുടക്കുള്ള പരിപാടിയാണ്. അപ്പോൾ ഞങ്ങൾ സ്വന്തം ചെയ്യാനാണ്. ഷെയറോ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ അത് നിങ്ങളോട് പറയുന്നു. പിന്നെ അതേപോലെ തന്നെ നമുക്കപ്പോൾ യാത്ര ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വന്ന അതേ സ്ഥലത്തൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പം നമുക്ക് നേരെ സിലിഗുരിയിൽ നിന്ന് ബീഹാറിൽ നിന്ന് നമ്മൾ നേരെ ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, അങ്ങനെ ലാസ്റ്റ് നമ്മൾ കർണാടക എത്തും. അവിടുന്ന് കേരളം എത്തും. അതെനിക്കറിയാം. യെസ് ഗൈസ്. അത് മാത്രമല്ല, പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ മറന്നുപോയി. ഞാൻ ഇപ്പോഴാണ് ഓർത്തത്. നമ്മുടെ വണ്ടി യൂറോപ്പിൽ കയറിയിട്ട് ഇപ്പം ഏതാണ്ട് 4.5 മാസം 5 മാസം ആകാറായി. ഇനി 1 മാസമുള്ളൂ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് നമ്മുടെ വണ്ടി ഇറക്കാൻ വേണ്ടി. വമ്പം ഫൈനായിരിക്കും. ആ ഫൈൻ നമ്മളോട് താങ്ങാൻ പറ്റുന്ന ഫൈനായിരിക്കും. അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് റഷ്യയിലെ പോലെ പേപ്പർ കളഞ്ഞിട്ടൊന്നും കയറാൻ പറ്റില്ല. യൂറോപ്യൻ യൂണിയൻ ചെന്നിട്ട് വണ്ടി എത്രയും പെട്ടെന്ന് യൂറോപ്പിൽ നിന്ന് ഇറക്കണം. എന്ത് പിന്നെ 6 മാസം ഇറക്കി കയറ്റാൻ പറ്റും. അപ്പം അതിന് നമുക്ക് പോകാൻ വിസയോ പാസ്പോർട്ടില്ല. അപ്പോൾ ഇതൊക്കെ റെഡിയാക്കണം. അപ്പോൾ അതിൻ്റെ പുറകെയാണ് ഗൈസ്. അപ്പോൾ ഇന്ന് നല്ല കാലാവസ്ഥയാണ്. നമ്മൾ യാത്ര ചെയ്യുന്നത് ഡാമിൽ കൂടെയാണ് നമ്മൾ അതിലെ പോകുന്നത്. ഗൈസ് നോക്കൂ, നമ്മൾ തൊട്ട് സൈഡിൽ കാണുന്നതാണ് ടീസ്റ്റാർ റിവർ. അപ്പം നമ്മൾ നേരെ പോവുകയാണ്. തൊട്ട് സൈഡിൽ കാണുന്ന ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. പണി പാളി. ആ ലൈൻ മുട്ടിയില്ല. പൊട്ടിയാനെ ഡോറ് തുറന്നു നോക്കി. ആ പൊട്ടിയോ? പൊട്ടിച്ചിട്ട് വരാനുള്ളത് എന്തോരം പോകും വണ്ടി? നൈസായിട്ട് അങ്ങനെ ഒന്ന് ഫ്രണ്ട് നോക്കാം. ഇങ്ങനെ ഒന്ന് എടുത്ത് നോക്കാം. നോക്കണേ ടൈം പൊട്ടിച്ച് വന്നു. നോക്കണേ, ബേത്ത് നോക്കണേ. ഇല്ല ചേട്ടാ,
നമ്മളങ്ങനെ വണ്ടി എടുത്തു. ഇനി അങ്ങോട്ട് നശിച്ച റോഡാണ്, നല്ല റോഡും സംഭവങ്ങളൊന്നും ഇല്ല. ഒരു 30 കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ ബ്ലോക്കിന്റെ അടുത്ത് ഞങ്ങൾ കിടക്കാൻ വേണ്ടി പോവാണ്. ഇപ്പൊ വലിയ കുഴപ്പമില്ല, ഇറങ്ങി വരുന്നത് കുഴപ്പമില്ലായിരുന്നു. ആ നാരോ റോഡിൽ NH10 അവസാനിക്കുന്നതാണ് പ്രശ്നം. അതെ, NH10 കൂടെ ഇപ്പൊ നമ്മൾ പോകുന്നത്. അത് അവസാനം നമ്മൾ എടുത്തൂലേ, അവിടെയാണ് പ്രശ്നം. തുടക്ക നേരത്തെ അത്ര പ്രശ്നമില്ല. ഗൈസ്, നമ്മൾ പോകുന്നത് ഒരു ഫോറസ്റ്റ് പോലത്തെ സ്ഥലത്തിലൂടെയാണ്. പൈൻ ഫോറസ്റ്റ് പോലത്തെ ഒരു സ്ഥലത്തൂടെയാണ് നമ്മൾ പോകുന്നത്. പൈൻ ഫോറസ്റ്റ് പോലത്തെ സ്ഥലം. അതായത് അത്യാവശ്യം കടകളും സംഭവമൊക്കെ ഉണ്ട്. വെസ്റ്റ് ബംഗാളാണ് സംഭവം. ആർമിക്കാരെന്താ പാഞ്ഞു വരുന്നുണ്ടല്ലോ, എന്നാ സംഭവം? അധികം ചള്ളയിലോട്ട് ഒരു സൈഡ് ഒതുക്കണ്ട കേട്ടോ. അവർ കയറാൻ വേണ്ടി പോകാനുള്ള സ്ഥലമുണ്ട് ഇഷ്ടം പോലെ. അത് വണ്ടി പൂണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ഊരി എടുക്കാൻ പറ്റൂല കേട്ടോ. അതായത് ഇവിടുന്ന് വല്ല താന്ന വല്ലതും പോയിട്ടുണ്ട്, റിക്കവറി വാനൊക്കെ വരണ്ടേ 2 ദിവസം 3 ദിവസം എടുക്കും. ഇതൊക്കെ ഇടിഞ്ഞു പോയതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസമേ നമ്മൾ ഈ സിക്കിമിൽ കയറുന്ന തിരക്കിന് ഇങ്ങനെ പാഞ്ഞു വന്നില്ല, നമ്മളൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. അല്ല, നമ്മൾ വന്നപ്പോ ഇങ്ങനെ ഇല്ലായിരുന്നു. ഇത് ഇപ്പോഴും കണ്ട് ഇടിഞ്ഞിട്ട് റെഡിയാക്കി. ഇന്നലെ നമ്മൾ വന്ന വഴികൾ മൊത്തം ഇങ്ങനത്തെ വഴിയായിരുന്നു. ഞാൻ ഇന്നലെ വന്ന വഴി മൊത്തം ഇതായിരുന്നു. രാത്രി ആയതുകൊണ്ട് ആർക്കൊന്നും മനസ്സിലാകാത്ത ഞാൻ നമുക്ക് ശരിക്കും മനസ്സിലാക്കി. ഇങ്ങോട്ടും ഇനി അങ്ങോട്ടങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഫുള്ള് ഇനി ഇതേപോലെ തല്ലിപ്പൊളി റോഡ് എന്ന് വെച്ചാൽ തല്ലിപ്പൊളി റോഡ്. ബിആറോടെ പണി വരില്ല ഡ്രൈവേഴ്സ്. ബിആർക്ക് ആർമിക്കാർക്ക് ഏകദേശം ഇങ്ങനത്തെ റോഡിൽ കൂടെ പോയി നല്ല പരിചയം ഉണ്ടാവും. അവരെല്ലാ ദിവസവും ഇങ്ങനത്തെ റോഡിൽ കൂടെ നമ്മൾ ഇവിടെ ഓടിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കുന്ന ഷെയർ ടാക്സിക്കാരെ കേട്ടോ. അവരാണ് കുത്തിക്കേറ്റ്. അവർക്ക് യാതൊരു മര്യാദ ഇല്ല കേട്ടോ. ഇവനെ മറ്റുള്ള പരിപാടി എന്നാ ഇതെന്നാ സാധനം? വേണ്ട, അതിനകത്ത് ഇരുന്ന് വലിക്കുവോ ഉറങ്ങിക്കിടത്തിട്ട്. കഴിഞ്ഞ ദിവസേ ഞങ്ങള് ഉറങ്ങിക്കിടക്കും എല്ലാരും. ഇപ്പൊ നൈസായിരുന്നു എണീറ്റ് വന്നിട്ട് ഇവിടേക്ക് ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചു സംസാരിക്കാൻ തുടങ്ങി കേട്ടോ. ഇവനെ ഭാഗ്യത്തല്ലേ ഹോൺ അടിച്ചതേ ഉള്ളൂ. കാലത്ത് ക്ലച്ചിലൊക്കെ ചവിട്ടി നോക്കി ഒന്നും കിട്ടില്ല. ഗീറ് മാറ്റാൻ മഹാഭാഗ്യം. വഴി ഭയങ്കര മോശം കേട്ടോ. അഭിരാമി, ഇനി അങ്ങോട്ട് വന്നപ്പോഴേ നമുക്ക് കഴിഞ്ഞ ദിവസമൊക്കെ രാത്രിയല്ലേ വന്നേ. ഇനി നല്ല കുഴിയും നല്ല കൊക്കയും കാണാവേ വീഗലാൻഡ്. എന്നാ ആരാ ഇപ്പം നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന വെസ്റ്റ് ബംഗാളിൽ കൂടെ കേട്ടോ. നമ്മൾ ഓർക്കും സിക്കിം കൂടെയാണ്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ വിചാരിച്ച അതാണ്. ആ സൈഡ് സിക്കിം അല്ലേ, ഈ സൈഡ് വെസ്റ്റ് ബംഗാൾ അല്ല. വെസ്റ്റ് ബംഗാൾ ഒരു വലിയ സ്റ്റേറ്റ് തന്നെയല്ലേ ഇവനെ. ഇത് ഇന്ന് ക്ലിയർ ആക്കുന്ന കേട്ടോ. ഇത് ഇന്നലെ രാത്രി ഇടിഞ്ഞ സാധനം ഇടിഞ്ഞോണ്ടിരിക്കുന്നതാ. ഇതൊക്കെ ഈ റോഡൊന്നും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല ഇവനെ. ഈ റോഡിൽ കൂടെ നമ്മൾ അങ്ങോട്ട് കയറി പോയത് തന്നെ ഭാഗ്യം. തിരിച്ചിറങ്ങാൻ പറ്റുന്നതും ഭാഗ്യമാണ്. പിന്നെ ബ്ലോക്കും കാണുമ്പോൾ തന്നെ ചെയ്യും. അതേപോലെ തന്നെ ഇവനെ ഇത് എത്ര ദിവസം ക്ലോസ് ആയി കിടന്ന റോഡായത് ഇപ്പോഴല്ലേ ഇത് ക്ലിയർ ആയേ. നമുക്ക് വേണ്ടി ക്ലിയർ ആയ പോലെ. ഗൈസ്, വളരെ 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 മോശമായ റോഡ്. നോക്കിയേ, നമ്മുടെ ബേക്ക് അവനെ അടിക്കുന്നത്, പക്ഷെ ഫ്രണ്ട് അല്ല. ഏറ്റവും കൂടുതൽ നമ്മുടെ വണ്ടിക്ക് പരിക്കേറ്റ. ആരും പേടിക്കരുത്, ആരും കാറരുത്. ചെരിയും താഴോട്ട് ആരും നോക്കരുത്. വലിയ ഗർദം പോലെയാണ്. നിങ്ങൾക്കുള്ള മുന്നറിയിപ്പ് ഞാൻ തന്നു. ഒരാട്ടം കൂടെ ആടും ചിലപ്പോ. വലിയ ആട്ടം ഇല്ല കേട്ടോ. നീ ചെറിയ കാലം എടുത്തിട്ടാണ് നല്ല ആട്ടം കിട്ടും. അങ്ങോട്ടുള്ള വഴിയും ഭയങ്കര മോശം കേട്ടോടാ. മോശമല്ല അങ്ങോട്ട്. അയ്യോ, ഭയങ്കര മോശം. എടാ, ഇത് എന്ത് മോശമാടാ. നമ്മൾ ഈ റോഡിൽ കൂടെ വന്നാണോ? നമ്മൾ വന്നാണ് ഈ റോഡിൽ കൂടെ. നിർത്തി തരാ തന്നെ. എവിടെ ഇത് നോക്കിയവനെ ബേക്ക് തട്ടും കേട്ടോ. ഇല്ല, ബേക്ക് ഫ്രണ്ട് തട്ടില്ല കേട്ടോ. ഗൈസ്, ഇപ്പൊ നമ്മള് കണ്ട വെറും സാമ്പിൾ വെടിക്കട്ടോ കേട്ടോ. അങ്ങോട്ടങ്ങോട്ട് ചെല്ലാൻ നേരത്തുണ്ടല്ലോ, ഇതിന്റെ അപ്പുറം അല്ലടാ ഇവനെ. അതായത് ഇപ്പൊ ഓലപ്പടക്കത്തിന് നമ്മൾ തീ കൊടുത്തു, ഇനി അങ്ങോട്ട് അങ്ങോട്ട് എടുത്തു അല്ലേ. ഗുണ്ട് അടുത്ത പാലം കിടക്കുവാണ്. ഈ പാലത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പോലീസുകാരുണ്ടാവും. ഇവിടെ അല്ലല്ലേ ഇവനെ. മഴ കുറഞ്ഞ് വെയിൽ വന്ന് റിവർ റാഫ്റ്റിംഗ് ഒക്കെ തുടങ്ങിയതാ. ഇതല്ലേ റിവർ റാഫ്റ്റിംഗിന്റെ ആൾക്കാരാ. നമ്മൾ വന്ന സമയത്തെ ഈ വഴി മൊത്തം ഉണ്ട് റിവർ റാഫ്റ്റിംഗിന്റെ ആൾക്കാരൊക്കെ. പക്ഷെ അത് മഴ ആയതുകൊണ്ട് ഗസ്റ്റിനെ ഇറക്കുന്നില്ലായിരുന്നു. നന്നായിട്ട് ഗസ്റ്റിനെ ഇറക്കുന്നുണ്ട്. കണ്ടമാനം റിവർ റാഫ്റ്റിംഗ് ടീം ഒക്കെ ഉണ്ടായി. ശരിയാ നീ പറഞ്ഞ കറക്റ്റ് ആട്ടോ. അതെ, ഇങ്ങോട്ട് വന്നപ്പോ അഭിരാമി കണ്ടില്ലായിരുന്നോ? നമുക്ക് സിലിഗുരി എത്തുന്നോളം വരെ ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടുത്തെ കാലാവസ്ഥ നമുക്ക് പറയാൻ വേണ്ടി പറ്റൂലല്ലോ. മനുഷ്യന്റെ സമയം പോലെ വരിക്കും.
കഷ്ടമൊന്നും കാണുന്നില്ല. ഗൈസ് ചെറിയ രീതിയിൽ ബ്ലോക്ക് തുടങ്ങി കേട്ടോ. സഹതം ചെയ്യുന്നു. ചെറിയ ബ്ലോക്കിൽ തൊട്ട് ഇനി നമ്മൾ മണിക്കൂറോളം കിടക്കാൻ വേണ്ടി പോവാണ് അല്ലേ? എത്ര മണിക്കൂറുണ്ട്? ഇല്ല ചെറിയ ഏരിയ അല്ലേ ഉള്ളൂ. ഫ്രണ്ടിൽ റെഡ് ഉണ്ടോ നോക്കട്ടെ. ആ റെഡ് ഉണ്ട്, അവിടെ ഉണ്ട്. നമ്മളെ കയറി ചെന്ന് അതേ റോഡ് തന്നെ റെഡി കിടക്കുന്നത്. അങ്ങോട്ടും ഇല്ലല്ലോ. ഇല്ല കൂടുതൽ ബ്ലോക്ക് ആകാൻ സാധ്യതയുണ്ട് കേട്ടോ അല്ലേ? അങ്ങോട്ട് നോക്കിയേ എന്നാ ബ്ലോക്കാ. ഓ ഗായ്സ് നോക്കി എന്നാ ബ്ലോക്കാന്ന് നോക്കി. ഇങ്ങോട്ട് വരാൻ നേരത്ത് ബാക്കോട്ട് നോക്കിയേ കിലോമീറ്റർ വണ്ടി കിടക്കുന്നുണ്ട് അല്ലേ? ഇവരാ കിലോമീറ്റർ വണ്ടി നോക്കിയേ. ഇതെന്താ സംഭവം? ഇതെന്നെ സംബന്ധിച്ച് നമ്മുടെ വണ്ടി ആ സൈഡിലോട്ട് കയറ്റി കഴിഞ്ഞാൽ ഈ വണ്ടി ഫ്രണ്ടിലോട്ട് വരുള്ളൂ, അല്ലെ ഫുള്ള് ബ്ലോക്ക് ആവും അല്ലേ? ഫുള്ള് വിഷയമല്ലേ? ഇത് നോക്കിയേ എന്നാ സംഭവം. എന്നാ വണ്ടികൾ ആരും ഒതുക്കി കൊടുക്കുന്നില്ലെന്ന് തോന്നുന്നുണ്ടോ? വണ്ടി കയറി കിട്ടാത്ത വിഷയം. ഓ ഗായ്സ് പരമാവധി ഞങ്ങൾ ഇങ്ങനെ വണ്ടി സൈഡിലോട്ട് വെച്ച് കൊടുക്കേ. അങ്ങനെ ആയി കഴിഞ്ഞാൽ എല്ലാ വണ്ടിക്കും പോകാൻ വേണ്ടി പറ്റുള്ളൂ. ഇതുണ്ടോ നമ്മൾ ഇങ്ങോട്ട് വെക്കാം. സംഭവം വെച്ചാൽ ഇത് എങ്ങോട്ട് ആർമി ക്യാമ്പിലോട്ടോ എങ്ങോട്ടോ പോകേണ്ട വണ്ടിയാണ്. ഇത് ഇവിടുത്തെ സൈഡ് ക്ലിയർ ആക്കി കൊടുക്കട്ടെ. ഇവിടെ പോകാമല്ലോ കറക്റ്റായിട്ടോ. പോട്ടെ ഇച്ചിരി മുന്നോട്ട് വെച്ചിട്ട് ചതിരി ഇപ്പുറത്തോട്ട് വെക്കുക. കറക്കി വെച്ച് കൊടുക്കുക. ആ മറ്റേ വണ്ടിക്ക് പോകാമല്ലോ. പോവാ. ഇവിടെ എങ്ങനെയാണ് പ്രശ്നം? ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കില്ല. സഹകരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും പോകാൻ വേണ്ടി പറ്റുമേ. ആരും സഹകരിക്കില്ല. ഭയ്യ ഇതേ വാ നമ്മളെ പരമാവധി അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആരും സഹകരിക്കുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇതിപ്പോൾ കിലോമീറ്റർ ബ്ലോക്കായി. ഓ ഗായ്സ് നോക്കിയാൽ ഇത് നമ്മൾ എത്ര നേരം ഇനി നമ്മൾ തന്നെ ഇത് ക്ലിയർ ആക്കണം. ക്ലിയർ ആക്കിയാലേ നമുക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അവിടെ ലോറി കുടുങ്ങിയാക്കോ. ഇപ്പം നമ്മുടെ വണ്ടി ലോറിയും വലിയ വണ്ടിയും ചെറിയ വണ്ടിയും ഉള്ള കാരണം ഒരിക്കലും പോസിബിൾ അല്ല പോകാൻ വേണ്ടി. ആ ലോറിയാണ് പണി പാലിച്ചത്. അതിൻ്റെ ഇടയ്ക്കാണ് വേറെ ഈ ലോക്കൽ ടാക്സിയാണ് കുത്തിക്കയറ്റുകയും ചെയ്തത്. ഈ കുത്തിക്കയറ്റുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പണി ഉണ്ടാകുന്നത്. ഇതുണ്ടോ ഇവിടെ വണ്ടി ആർമി വണ്ടി കുടുങ്ങിയേ, പോകാൻ വേണ്ടി പറ്റൂല. എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ കാഴ്ച ഒരു കാര്യം ശ്രദ്ധിച്ചോ, ആ പാലത്തിൻ്റെ മേളിലും ബ്ലോക്ക് ഉണ്ട്. നമുക്ക് ശരിക്കും പാലത്തിൻ്റെ താഴെ കൂടെ കേട്ടോ പോകേണ്ടത്. ഇതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട കാര്യം എന്ന് വണ്ടി ഓടിക്കേണ്ട ഇത് കൂട്ട് കുഴി വരുവേ. നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത് ഇത് കൂട്ട് സാധനം ഉണ്ടെന്നോർത്ത് ഇറക്കും. നേരെ വണ്ടി താഴെ. എത്ര വണ്ടിയാണ് ഇതേപോലെ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ വരാൻ നേരത്ത് താന്ന് കിടക്കുന്നത് നോക്കി ഇവിടെ നോക്കാൻ നേരത്ത് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഇച്ചിരി ഇതായി കിട്ടുന്നുണ്ട് കേട്ടോ. നേരെ ഇച്ചിരി മുന്നോട്ട് പോകുന്നത്. ഇത് നമ്മൾ വിചാരിക്കുന്ന നേരത്ത് ബ്ലോക്ക് തീർന്നത്, പക്ഷെ ബ്ലോക്ക് തീർന്നതല്ല. ഈ മേലോട്ടും താഴോട്ടും പോകുന്ന വണ്ടികളില്ല അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡാക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടും. അന്നിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നുണ്ടോ? ഏതാ ക്യാമ്പിൽ നിന്ന് ഏതാ വണ്ടി വരുന്നുണ്ട്. ക്യാമ്പിൽ നിന്നാണോ ക്യാമ്പിൽ നിന്ന് വണ്ടി വരുന്നുണ്ട്. അപ്പോൾ അവിടെ സൈഡാക്കിയിട്ടുണ്ടോ? ഇങ്ങോട്ട് അങ്ങനെ നോക്കി നിങ്ങൾ ഇപ്പം കുറച്ച് വണ്ടി അനങ്ങി തുടങ്ങി. കാര്യം എന്നാ? അപ്പുറത്തെ ട്രാക്ക് ക്ലിയർ ആയി തുടങ്ങിയപ്പോഴാണ് വണ്ടി നേരെ മുന്നോട്ട് വരുന്നത്. ഇതുണ്ട് ഈ ട്രാക്കും ഇതുണ്ട് അപ്പുറം ഇപ്പുറം ഒരു വലിയ വണ്ടി വന്നിട്ടുണ്ടോ തീർന്നു. പിന്നെ 1 മണിക്കൂർ 2 മണിക്കൂർ ബ്ലോക്കായി. ഇപ്പോൾ ബ്ലോക്ക് കഴിഞ്ഞു. കാശ് എത്രയും പെട്ടെന്ന് വണ്ടി എടുത്താൽ മതിയായിരുന്നു കേട്ടോ. അല്ല ഇപ്പം കുത്തിക്കയറ്റിൽ ഉറപ്പായിട്ട് ഇവിടെ നിന്നും കുത്തിക്കയറ്റി. ഈ കുത്തിക്കയറ്റിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. പെട്ടെന്ന് വന്നാൽ ആ പുള്ളിക്കാരൻ നല്ലൊരു പരിപാടി കേട്ടോ ചെയ്ത. എടുത്ത് വാ. റുക്കോ. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഒരാളും നിൽക്കൂല. ഒരാൾ നിന്ന് ഒരാൾ മര്യാദയ്ക്ക് പോയി. ഇതാണ് ഇവിടെ മൊത്തം ബ്ലോക്കായി. ആണ് എൻ്റെ കൂടെ ഉണ്ടോ? അവിടെ നിൽക്കാൻ പറഞ്ഞാൽ അവൻ നിന്നില്ല. മേളിൽ എന്തോരം ബ്ലോക്ക്. പിന്നെ അടുപ്പിച്ച് പിടിച്ചോളാൻ പറ കേട്ടോ. ഭയങ്കര ബ്ലോക്കാ. നോക്കി എടുത്തോ. അല്ലേ ഇവിടെ കിടക്കുള്ളൂ. പോട്ടെ നിർത്തണ്ട. പൊക്കോ. ഇവിടെ ഇങ്ങനെ കൈയൂക്കമുള്ള ആൾക്കാർ പോകും, ഇല്ലാത്ത ആൾക്കാർ ഇതേപോലെ കിടക്കും. ഇതാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ പ്രശ്നം. നോക്കി നമ്മൾ ഏകദേശം നമ്മുടെ വണ്ടി രക്ഷപ്പെട്ടു കേട്ടോ. ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടി കൊച്ചുള്ള കാരണം അതേ നേരം നമുക്ക് നിർത്തിയിടാൻ പറ്റൂല. ഇന്ന് നേരത്തെ ബ്ലോക്ക് തുടങ്ങി കേട്ടോ. ബ്ലോക്കായിട്ട് ഒരു സാധനം ഇല്ല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണം ഇല്ലായ്മ വണ്ടി കയറാത്ത കണ്ടോ. അയ്യോ അവര് അങ്ങനെ തന്നെ വെച്ചു കൊടുത്തേക്കെ. എന്താ പ്രശ്നം? ഇത് നീ അങ്ങോട്ട് തന്നെ വെച്ചു കൊടുക്കണേ. വെച്ചു ഈ ടാക്സി വണ്ടിക്കാർ ഇങ്ങനെ ഒന്ന് കുത്തിക്കും. അതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത്. അങ്ങ് വെച്ചു കൊടുക്കുക വേണ്ടേ. എല്ലാവരും ഒരേപോലെ പോയി കഴിഞ്ഞാൽ സുഖമായിട്ട്. എത്ര മനുഷ്യന്മാർ അവിടെ ബേക്കിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് അല്ലേ?
ഇതിപ്പം ഇങ്ങനെയാണെങ്കിൽ ഇനി അങ്ങോട്ടും എന്തായിരിക്കും പറയാൻ പോലും പറ്റില്ല. ചെറിയ കാറുകൾ അവനെ പ്രശ്നം. അവരെന്ന് വെച്ചാൽ വണ്ടി സ്പീഡിൽ ഓടിക്കൂല. ചെറിയൊരു കട്ട് കാണുന്നതിന് അവിടെ ചവിട്ടിടും. പിന്നെ അങ്ങ് കിലോമീറ്റർ വെക്ക് കഴിഞ്ഞാൽ വണ്ടിയും ബ്ലോക്ക് ആവും. ഗായ്സ് നമ്മുടെ വണ്ടി വരുന്ന വഴിക്ക് ഈ കാണുന്ന വഴി കൂടെ ഫുള്ള് കുഴിന്ന് വെച്ചിട്ടുണ്ടോ. നമ്മുടെ വണ്ടി ആടി ഉലഞ്ഞ് എൻ്റെ പൊന്ന് ഗായ്സ് വരുന്ന വഴിക്ക് നമ്മുടെ വണ്ടിക്ക് ബേക്കിൽ ഹൈറ്റ് ആയതുകൊണ്ട് ഫുള്ള് ആടി ഉലഞ്ഞ കേട്ടോ നമ്മുടെ വണ്ടി വരുന്നത്. നോക്കിയാൽ നമ്മുടെ വണ്ടിയുടെ അതേ സമയത്ത് ബേക്കും തട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഏകദേശം അങ്ങോട്ടും അങ്ങോട്ടും വെട്ടിച്ചോട്ടോ വണ്ടി എടുക്കുന്നത്. ഓ മേളിലെ കല്ലും നോക്കണം. അതേ സമയത്ത് ബേക്കിൽ എത്ര കിലോമീറ്റർ അടുപ്പിച്ച ബ്ലോക്ക് എന്നറിയോ? ഏകദേശം ഒരു 4-5 കിലോമീറ്റർ അടുപ്പിച്ച് ബ്ലോക്ക്. വണ്ടി ഇപ്പോൾ വളഞ്ഞു നോക്കിയാൽ ഏറ്റവും കൂടുതൽ കാര്യം വെച്ചാൽ നമ്മൾ പുറത്തിരിക്കുന്നവർക്ക് ഇത്ര എടുത്തിട്ടോ, ഉള്ളിൽ ഇരിക്കുന്നവർ കറക്റ്റ് പേടിച്ച് വിറച്ചാട്ടോ നമ്മുടെ വണ്ടിയിൽ ഇരിക്കുന്നത്. എൻ്റെ പൊണ്ണ് ഗായ്സ്. ഓ നോക്കിയേ, പിന്നെ കുഴി കുഴി ചാടുന്ന നമ്മുടെ വണ്ടി നോക്കിയേ, അത്രയും കുഴിക്ക് ഡെത്താട്ടോ ഇവിടെ. ഫുള്ള് എല്ലാ സ്ഥലത്തും ഇതേപോലെ ഉണ്ടല്ലോ ഹിറ്റാച്ചികൾ പണിയെടുക്കട്ടെ. ലാൻഡ് സ്ലൈഡാണ് മൊത്തം എല്ലാ സ്ഥലങ്ങളിലും. 1-2 സ്ഥലങ്ങളൊന്നും അല്ല. എനിക്ക് തോന്നുന്നുണ്ടല്ലോ കഴിഞ്ഞ ദിവസം എല്ലാം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണ് എല്ലാ സംഭവങ്ങളും നീക്കി റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് വെറുതെ നമ്മളെ വിട്ടു കേട്ടോ. ഇവിടെ ഒന്ന് നിൽക്കേണ്ട വന്നാനെ. ഗൈസ്, അതായത് എല്ലാ സാധനങ്ങളും ഇതേപോലെ ഇടിഞ്ഞ് റോഡൊക്കെ നശിച്ചു കിടക്കുക. സിക്കിമിൽ ഈ പ്രാവശ്യം ഭയങ്കര ഇതായിരുന്നു കേട്ടോ. സിക്കിം, ഉത്തരാഖണ്ഡ് ഒക്കെ ഈ പ്രാവശ്യം ഭയങ്കരമായിട്ട് പ്രളയം വന്ന സ്ഥലങ്ങൾ. അങ്ങോട്ടൊക്കെ നോക്കിയേ 1-2 ഒന്നല്ല 2 എണ്ണം നിന്നാ പടപടേന്ന് കാര്യങ്ങൾ ചെയ്യുന്ന കേട്ടോ. അപ്പോൾ ഇന്ന് അങ്ങോട്ട് പോകുന്നതൊക്കെ ഏകദേശം ഓക്കെ ആയിട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലോ നമുക്ക് അങ്ങോട്ട് വലിയ ബ്ലോക്കോ സംഭവങ്ങളോ കാണിക്കുന്നില്ല. പക്ഷേ ഈ സെയിം അവസ്ഥ നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇവിടുത്തെ മണ്ണ് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മണ്ണുകളും സംഭവങ്ങളുമാണ്. കാരണം നല്ല വിളക്കൂറുള്ള മണ്ണാണേലും നല്ല മരങ്ങളും വേരൊക്കെ ഇറങ്ങിയാലും ഏത് നിമിഷവും ഇടിഞ്ഞു പോകാവുന്ന രീതിയിലുള്ള സെറ്റപ്പ് അല്ലടാ. ഒരു കാര്യം നീ ശ്രദ്ധിച്ചോ, വണ്ടി അപ്പുറം നമ്മൾ ഇങ്ങോട്ട് വന്നില്ലേ, ഇവിടെ 4 മണിക്കൂറല്ലായിരുന്നു ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇത് ഇവിടെ തൊട്ട് അങ്ങോട്ട് 5-6 കിലോമീറ്റർ അപ്പുറത്തെ റോഡ് ബ്ലോക്കാ. എനിക്ക് തോന്നുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മുടെ മുന്നേ പോയ വണ്ടികളില്ലേ മൊത്തം കയറ്റി വിട്ടിട്ടാണ് വീണ്ടും അത് മണ്ണെടുത്തത്. ടീച്ചറുടെ അവസ്ഥ നോക്കിയേ, ഒഴുക്കാൻ നോക്കിയേ, എന്നാ ഏത് രീതിയിലുള്ള ഒഴുക്കാൻ നോക്കിയേ. ശരിക്കും പറഞ്ഞ പേടിയാട്ടോ ഒലിക്കുക കേട്ടോ. പിന്നെ ടീസ്റ്റാർ കണ്ടപ്പോ വേണ്ട പേടിയാ. ടീസ്റ്റ കാണുമ്പോൾ ബ്ലോക്ക് ആയിരിക്കും. നീ ശ്രദ്ധിച്ചോ, നമ്മൾ യാത്രയിൽ ആദ്യമായിട്ടാട്ടോ നമുക്ക് ഇങ്ങനെ രീതി കിട്ടുന്നത്. ആദ്യമായിട്ടാ റോഡൊക്കെ ഇടിഞ്ഞു പോയിട്ട് ഉണ്ടാക്കിയിട്ട് പോകുന്നല്ലേ വണ്ടികൾ നോക്കിയാൽ മേക്രോ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉറപ്പായിട്ട് നമ്മളെ ബ്ലോക്ക് ബാക്കോട്ട് ആദ്യം ബ്ലോക്ക് ഇല്ല ഇവനെ. ഉണ്ട്, അതാ കിടക്കുന്നു. 1 കിലോമീറ്റർ അടുത്ത് ബ്ലോക്ക് ഉണ്ടാവും. അങ്ങോട്ടാ ബ്ലോക്ക് ഉണ്ട്. 4-5 കിലോമീറ്റർ അങ്ങോട്ട് ബ്ലോക്ക് ഉണ്ട്. ഇങ്ങോട്ടോ ഇങ്ങോട്ട് അതില്ല, ഇങ്ങോട്ട് 1 കിലോമീറ്റർ അടുത്തേ ഉള്ളൂ. ഈ മണ്ണ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് പോവാം ഇവനെ. ഓ ഗൈസ്, ഈ കാണുന്ന റോഡിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് വണ്ടി ഉണ്ടാവും, ചെറിയ റോഡും ആയിരിക്കും. ഇതേപോലെ ഇങ്ങനെയൊക്കെ ബ്ലോക്കായി മണ്ണ് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡ് പണിയാൻ വേണ്ടി നല്ല താമസം എടുക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങ് സിക്കിമിലോട്ട് പോകാൻ വേണ്ടിയുള്ള 2 വഴിയിലോ ഏകദേശം ഒരു വഴിയും കണ്ടാണിത്. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം തക്കാളിക്ക് താഴെ ഇപ്പോൾ 50 രൂപയാണ്. മേളിൽ വരുമ്പോൾ നേരത്തെ 120-130 രൂപ. ഭക്ഷണ സാധനങ്ങൾക്കെല്ലാം പെട്ടെന്ന് വില കൂടും. വിട്ട് തന്നു കേട്ടോ ഓരോ സൈഡിലോട്ട് നോക്കിയേ. ഈ ചെറിയ വണ്ടിക്കൊന്നും പ്രശ്നമില്ല. നമ്മുടെ വണ്ടി ഹൈറ്റ് കൂടുതലായതുകൊണ്ടാണ് ആ പോലീസുകാരൻ അവിടെ നിന്ന് മാറിയ പോലീസുകാരൻ്റെ ഭാഗ്യം. ചില സമയത്ത് നമ്മുടെ വണ്ടി ലീഫുങ്ങാനും എന്തിനും പൊട്ടിക്കഴിഞ്ഞാൽ തീരുമാനം എബിൻ കണ്ടോ എത്രത്തോളം പയ്യെ ഓടിക്കാൻ പറ്റും അത്രത്തോളം പയ്യെ എബിൻ കയറി വരുന്ന നോക്കി. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇപ്പോൾ വണ്ടി വിട്ടാലും അവിടെ നിന്നുള്ള വണ്ടികൾ കയറുള്ളൂ. കണ്ടോ സൈഡിലോട്ട് വന്ന് ഓടിക്കും. അതേ സമയത്ത് നമ്മളിവിടുന്ന് പോവുകയാണ്. നമുക്കതിനെ നിന്നിട്ട് കാര്യമില്ല കേട്ടോ. ഇവിടെ അമിതാ വേടാ എന്തോരം വണ്ടി കിടക്കണം നോക്കി. ഒതുക്കി കൊടുക്കാൻ പറ്റില്ല കേട്ടോ. എല്ലാം മൂക്കും കുത്തി നമ്മുടെ വണ്ടി താഴെ കിടക്കും. സൈഡില്ലല്ലോ, നോക്കണേ. കാറിന്റെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പണി കിട്ടും കേട്ടോ. പിന്നെ നിങ്ങൾ പോയില്ലേ അപ്പോൾ JCB മാന്തുന്നില്ല. മൈക്കിളിന് ആ വലിയ ഹിറ്റാച്ചി ആണ് ഹുണ്ടായുടെ, ഭയങ്കരം. നോക്കിയിട്ട് പിണങ്ങിയിരിക്കുന്ന ഞങ്ങോട്ട് നോക്കിയേ, ആ ഇരിപ്പ് നോക്കിയേ. അപ്പാപ്പി പാവപ്പെട്ടവനാടാ, നമുക്ക് പൈസ ഉള്ളപ്പോ വാങ്ങാടാ. ഭയങ്കര പൊടിയല്ലേ ഏട്ടാ പ്രശ്നം. ഒറ്റയ്ക്ക് അവൻ്റെ വണ്ടി ഇവിടെ വെച്ച് പഞ്ചറായിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റും? പഞ്ചറും അല്ല കേട്ടോ, അതിന്റെ വേറെന്തൊരു സാധനം പോയത്. കോണാ വണ്ടി കിടക്കുന്നത്. മറ്റുള്ള വണ്ടികൾക്ക് എന്ത് ഇതാന്നറിയാം.
ഒരു വെള്ളച്ചാട്ടം. അത് എത്ര മലയുടെ മേളിൽ വെള്ളച്ചാട്ടം? ഏടാ അത് കാലക്ക് ഇതേ അന്ന് നമ്മൾ പോയപ്പം രാത്രിയായിരുന്നു, പകലും അങ്ങനെ എന്തായാലും മഴ. ഭക്ഷണം വെക്കാൻ വേണ്ടി നോക്കിയായിരുന്നു ഇവിടെ. അങ്ങോട്ടേക്ക് മഴയായിരുന്നു കേട്ടോ. അന്ന് നമ്മൾ അങ്ങോട്ട് വന്നത് മഴയായിരുന്നു. ആ സംഭവം നമുക്ക് മഴയെ കാണാൻ പറ്റും. ഇന്നൊക്കെ സിക്കിം അങ്ങ് മേളിൽ കയറുന്നത് സൂപ്പറായി. സിൽക്ക് റൂട്ടൊക്കെ ശരിക്കും നമ്മുടെ കാലാവസ്ഥ തന്നെ നമ്മളെ പണി വാളിച്ചു കളഞ്ഞേ. കാലാവസ്ഥ നല്ലതായിരുന്നു, കിടിലൻ സ്ഥലമായിരുന്നു സിക്കിം. നമ്മളെ ഒരു കുരിശ് കഴിഞ്ഞ് അടുത്ത കുരിശ് കയറാൻ പോകട്ടോ. ഇതാ മറ്റേ കുരിശിലോട്ടുള്ള റോഡല്ലേ? ഏറ്റവും കൂടുതൽ നമ്മൾ ആ ബ്ലോക്കിൽ കിടന്ന വഴി ഇതാണ്. മണ്ണിടിച്ച സ്ഥലങ്ങൾ നിങ്ങളെല്ലാം പോയി റോഡ് ക്ലിയർ ആക്കിയ സ്ഥലത്തേക്ക് നമ്മൾ ചെന്ന് കയറാൻ പോവാ. അതെ, പക്ഷെ ഇന്ന് അത്ര ബ്ലോക്ക് ഉണ്ടാകാൻ സാധ്യത കുറവാ. അത് മഴ കുറവല്ല, റോഡൊക്കെ ക്ലിയർ ആയി കാണും. പുതിയതായിട്ട് ഇടിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ പ്രശ്നം ഉണ്ടാവുള്ളൂ. ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴെ പോയിട്ട് ഇവിടുത്തെ പരിപാടികൾ കൊണ്ടുപോകുന്ന സ്ലാബ് ഇത് നോക്കിയ നീ ഒരു വണ്ടിക്ക് കഷ്ടി പോകാനുള്ള സംവിധാനം. സൈഡ് നോക്കടാ. ഇവന്മാര് നമുക്ക് സൈഡ് തരും കേട്ടോ, നമ്മൾ ഇറക്കി കൊടുക്കണം. പിന്നെ ലോറിക്കാരും അവരൊക്കെ ഇച്ചിരി മനസ്സാക്ഷി ഉണ്ടാ. ഈ സേഫ് ടാക്സി വിഷയം. ഈ സേഫ് എക്സസിന്റെ വണ്ടിയില്ലേ ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാക്കുന്ന ഒരു വണ്ടി കേട്ടോ ഇത്. സേഫ് എക്സസിന്റെ ആ വണ്ടി എക്സ്പ്രസിന്റെ അവര് വണ്ടി ഒന്നും തട്ടിട്ടുണ്ട് നിർത്താതെയൊക്കെ പോവിന്. ഈ വെള്ളം ചാടി വരുന്ന സാധനം മൊത്തം ഉരുള് പൊട്ടുന്നു കേട്ടോ. നമ്മൾ ഓർക്കുന്നത് വെള്ളച്ചാട്ടമായിരിക്കും. ഇവിടെ പോകുന്ന വഴിക്ക് ഇഷ്ടം പോലെ ചെറിയ ചെറിയ ഉരുള് പൊട്ടുവേ. രണ്ട് വണ്ടിക്ക് വരാൻ പറ്റിയ സ്ഥലമാണ്. പക്ഷേ സംഭവം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവനവിടെ ഒതുക്കി തരായിരുന്നല്ലോ. അവിടെ ഉണ്ടായിരുന്നു, സ്ഥലം ഉണ്ടായിരുന്നു. ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ കയറിയിട്ട് പകുതിക്ക് വെച്ച് കൊടുക്കുക ചെയ്യേണ്ടത്. പക്ഷെ നമ്മുടെ ഒരു മര്യാദ, ഡ്രൈവറിന്റെ ഒരു മര്യാദയും വെച്ച് നോക്കിയിട്ട് നമ്മൾ ചെയ്യുന്നില്ല അല്ലേ? ഇത് ഭയങ്കര കഷ്ടമാണ് ചില സമയത്ത്. ആരും പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം വീതി കൂടി വണ്ടിയായിരിക്കും. അത് ഈ ബൈക്ക് അവർ അവിടെ എവിടെയെങ്കിലും ഒതുക്കി തന്നാൽ നമുക്ക് പോവാം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അല്ല, അവിടെ ഗ്യാപ്പ് വരണം. ആ ഗ്യാപ്പ് വന്നു, ബൈക്ക് പോയ ഗ്യാപ്പ് കിട്ടും, ഒതുക്കി തന്നല്ലേ. അല്ല, അവരുടെ വലിയ വണ്ടിയല്ലേ അഭിരാമി, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ സഹകരണം ചെയ്ത് പോയാലേ പോകാൻ പറ്റുള്ളൂ. ഈ ടാക്സിക്കാരാണ് ഈ പ്രശ്നമെന്ന് മൊത്തം. കറക്റ്റ് സ്ഥലമുള്ളതിനെ വെച്ച് തന്നെ അത് പഴയ നല്ല ഡ്രൈവറാണ് കേട്ടോ. അത് വീണ്ടും ബ്ലോക്കായി കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ നാരാ റോഡാണ് വിഷയം. ഇവിടെയും ഒരു വണ്ടിക്ക് കറക്റ്റായിട്ട് പോകാൻ പറ്റുള്ളൂ. എന്താ ഇവിടെ മണ്ണിടിച്ച കേട്ടോ. ഈ മണ്ണിടിഞ്ഞ സ്ഥലങ്ങളിലാണ് പ്രശ്നം. ഇതാണ് അമിതേ, ഇതുണ്ട്, ഇത് മണ്ണിടിച്ച. അതുകൊണ്ട് ഇവിടുന്ന് വരുമ്പോൾ ആ കല്ല് മാറ്റിയ സുഖമായിട്ട് രണ്ട് വണ്ടിക്ക് പോകാൻ വേണ്ടി പറ്റും. പക്ഷെ മാറ്റുന്നില്ല, അതാണ് വിഷയം. അപ്പം ഇവിടുന്ന് കുറച്ച് വണ്ടി പോയി കഴിഞ്ഞാൽ നമ്മളെ വണ്ടി വിടുമായിരിക്കും, നമ്മൾ പ്രതീക്ഷയുണ്ട് കേട്ടോ. രണ്ട് വണ്ടി വിടാത്തത് നല്ലതാണ്. നമ്മളൊക്കെ ബസ് രണ്ട് വണ്ടി വന്നിട്ടുണ്ട്, ഒലയും. അതൊരു ഈ ഒരു ഒറ്റ പ്രശ്നത മേലോട്ടൊക്കെ ഇഷ്ടം പോലെ വണ്ടി പണിതുകൊണ്ടിരിക്കും കേട്ടോ. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഇതിലെ പോകുമ്പോൾ ഇവിടെയുള്ള വണ്ടിക്കാരാണ് ചള്ള നല്ലതായിട്ട് അടുപ്പിച്ചിരും. ഒരു അങ്ങോട്ട് കൊളാപ്രേഷൻ ഇല്ലാത്ത ആൾക്കാരാണ് കേട്ടോ. നമ്മളൊന്നും ഇപ്പോഴൊന്നും വിടൂല കേട്ടോ. വണ്ടി കിടക്കുന്ന നോക്കിക്കോട്ടെ, എന്തോ കിലോമീറ്റർ അനുസരിച്ചാണ് ബ്ലോക്ക്. ഇവിടെ ഈസിയായിട്ട് രണ്ട് വണ്ടിക്ക് പോകാൻ പറ്റുമേ. ഈ കാറുകാർ കണ്ടോ മെല്ലെ 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 വന്നിട്ടാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം പറ്റുന്നത്. അപ്പോൾ അവിടെ നിന്ന് ബ്ലോക്കായി നമ്മുടെ വണ്ടി ഒന്ന് കയറാൻ സാധ്യതയുണ്ട് കണ്ടോ. ഇങ്ങോട്ട് നോക്കി, ഈസിയായിട്ട് അപ്പുറത്തൂടെ വഴിയുണ്ട്. കാശ് നമ്മുടെ ട്രാക്കിലെ വണ്ടികൾ എടുത്തെടുത്ത് തുടങ്ങി കേട്ടോ. അതാടാ ഇപ്പോൾ ആ പോലീസുകാരൻ കറക്റ്റാക്കി കേട്ടോ. കാറുകാർക്കും കട്ടറിൽ കൂടി പോവാം, ഹെവി വണ്ടികൾക്കും കട്ടറിൽ കൂടി പോവാം. ഒരു റോഡിന് രണ്ട് നിയമം എന്ന് വെച്ചിട്ടുണ്ട്. ഭയങ്കര ഇതാട്ടോ. ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ കാറുകാരല്ല, ഈ ഹെവി ലോഡും കൊണ്ട് വരുന്ന വണ്ടികളാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത്. കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ലോഡും കൊണ്ടാണ് വരുന്നത്. ഏതെങ്കിലും സൈഡിലെങ്ങാനും ഒന്ന് താഴ്ന്നു കഴിഞ്ഞാൽ വണ്ടി താഴ്ന്നു. അത് ഈ കാറുകാർക്ക് അറിയേണ്ട ഒരു കാര്യമില്ല കേട്ടോ. ഇപ്പോൾ പോലീസുകാരൻ മര്യാദയ്ക്ക് ഇടപെട്ട് കാരണം ഇപ്പോൾ വണ്ടികളെല്ലാം നീങ്ങി തുടങ്ങി. അവരും കട്ടറിൽ കൂടെ പോയി പഠിക്കട്ടെ തന്നെ, ഹെവി വണ്ടി മാത്രമല്ല കേട്ടോ. ഇപ്പോൾ പോലീസുകാരൻ എബിനോട് അതിൽ ഇങ്ങനെ കയറ്റി വരാൻ വേണ്ടി പറഞ്ഞേട്ടാ. ഇത് നേരത്തെ തൊട്ട് സുഖമായിട്ട് നമുക്ക് എടുക്കാമായിരുന്നു കേട്ടോ. സുഖമായിട്ട് നമുക്ക് എടുക്കാമായിരുന്നു കേട്ടോ. അവിടെ വരാൻ നേരത്തെ ഒരു വണ്ടി അങ്ങോട്ട് ഒതുക്കി കൊടുക്കുവാണെങ്കിൽ എബിന് സുഖമായിട്ട് കയറി വരാൻ കേട്ടോ. അവിടെ ഒതുക്കി കൊടുക്കൂല, അതാണ് പ്രശ്നം. എന്തൊരു കാശ എബിൻ വെച്ച് കൊടുത്തു. ഇതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടോ എല്ലാവർക്കും പോകണമെന്നുള്ള ഒരു ഇതില്ല. അതുണ്ടോ ഇപ്പോൾ അവിടെ ടാക്സിക്കാരാണ് കണ്ടോ, അവർക്ക് പണി കിട്ടുമെന്ന് മനസ്സിലായി. കാരണം അവർ നിർത്തി കൊടുത്തിട്ടുണ്ട്. ആ കാറുകാരനുള്ള കട്ടറയിൽ കൂടെ മൊത്തം കയറി വരുന്ന നോക്കിയാൽ എബിൻ കണ്ടോ. നമ്മുടെ വണ്ടി പോകുന്ന എബിൻ എന്നെ കൈ കൊണ്ട് കാണിക്കാൻ വരലേന്ന്. നമ്മുടെ വണ്ടിക്ക് ബോഡിക്ക് നന്നായിട്ട് ഒലച്ചിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവൻ എല്ലാവരും കൊണ്ട് കൈ കാണിച്ച് കയറി വരല്ലേ വണ്ടി നന്നായിട്ട് പോലെ. ആ സമയത്ത് മെല്ലെ മെല്ലെ ചവിട്ടി കൊടുത്ത. അതേ സമയത്ത് ഇവിടെ പോലീസുകാർ നമ്മുടെ വണ്ടിക്ക് വഴി ഒരുക്കി തരുന്നുണ്ട് കേട്ടോ. ഇത് ചില സ്ഥലങ്ങളിൽ ഈ ബസ്സുകൾക്ക് മാത്രം ഈ വഴി ഒരുക്കി തരും ഒരു പോലീസുകാർ, വേറെയുള്ള വണ്ടികൾക്കില്ല. അങ്ങനെ നമ്മുടെ വണ്ടി മെല്ലെ നമ്മൾ
കയറിക്കൊണ്ടിരിക്കും. ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത്രയും വിഷയം കാര്യങ്ങളൊന്നും വരുന്നില്ല. കണ്ടോ, ഈ റോഡൊക്കെ അത്യാവശ്യം നല്ല റോഡാണ്. അന്തമാണ് ഹൈലക്സും പിന്നെ അതേപോലെ തന്നെ ഫോർച്യൂണറും. പുതിയ വണ്ടി കുറേ കൊണ്ടവൻ എയർഫോഴ്സിനാട്ടോ കിട്ടിയേക്കുന്നത് മൊത്തം. ആണോ? ആ, ഇവരെ വിദേശ രാജ്യങ്ങളെല്ലാം ടയോട്ടയുടെ വണ്ടിയല്ല ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ആർമിക്ക് എന്തോരം വണ്ടിയാ വന്നാക്കുന്നേക്ക്. എന്നാടാ ഇത് ബ്ലോക്ക്? ഒരു കാര്യമുണ്ട്, ഇനി നമുക്ക് ഇച്ചിരി പയ്യെ പോകണമെല്ലാം മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാം. കാര്യം നമ്മുടെ മുന്നിൽ വേറെ വണ്ടി ഇല്ലല്ലോ. വേറെ വണ്ടിക്കാരിങ്ങനെ പോവോ? നാരോ റോഡ് വന്നു. അവിടെ സൈഡ് നോക്കടാ, അമിത സൈഡ് നോക്കടാ. നോക്കി, ഈ നാരോ റോഡ് കേട്ടോ ഏറ്റവും കൂടുതൽ പ്രശ്നം. ഈ ഗ്ലാസ്സേ എബിനും അങ്ങോട്ടാക്കി, അവരും അങ്ങോട്ടാക്കി. പോട്ടെ. ആ ചേട്ടൻ അപ്പുറത്തോട്ട് ഓടിക്കാനൊക്കെയാ പറയുന്നത്. പക്ഷെ അപ്പുറത്തോട്ട് ഓടിച്ച് വരണ്ടേ ചേട്ടാ. പോ 4 കിലോമീറ്റർ നീണ്ട ബ്ലോക്കായി കാണുന്നത്. നമ്മൾ ഇത്രയും ബ്ലോക്കിനോട് ഇന്നുവരെ സഞ്ചരിച്ചില്ലല്ലോ. സാധാരണ 4 വരി ബ്ലോക്ക് കിട്ടും, ഇതേപോലെ 2 വരിയിൽ അത് ബ്ലോക്ക് കിട്ടൂല. പക്ഷെ കഴിഞ്ഞു. അപ്പൊ മേലത്തെ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഈ താഴെയുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ കേട്ടോ. ടീ സ്റ്റാർ റിവറേ ഈ വശത്ത് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും വീതി കൂടി കേട്ടോ. അതെ, പണ്ട് കാലത്ത് ഇത്ര വീതി ഇല്ലായിരുന്നു. തന്നെ ഇടിഞ്ഞിടിഞ്ഞ് ഇത്ര വീതി ആയതാ ടീ സ്റ്റാർ റിവർ ഇതാ. ശരിക്കും ഈ പുഴേൻ്റെ അകത്തുനിന്ന് മണലെടുക്കണം. മണലെടുത്ത് കഴിഞ്ഞാലോ ഈ പുഴേൻ്റെ അകത്ത് ഈ കെട്ടി നിൽക്കുന്ന വെള്ളമില്ലേ കുറേ ഉള്ളൂ. അന്നത്തെ വലുതായിട്ടൊന്നും എടുക്കരുത്, ചെറുതായിട്ടൊക്കെ എടുക്കണം. ഫൈനലി നമ്മൾ ബ്ലോക്കിൽ പെട്ടു. ഇല്ല, വണ്ടി നീങ്ങി തുടങ്ങി. നമ്മുടെ ഭാഗ്യം, നമ്മൾ എത്തേണ്ട ഒരു താമസം. ഇതെല്ലാം ഫുള്ള് റെഡാ. പിന്നെ ഈ ഒരു റെഡും കൂടി ഉള്ളു കേട്ടോ. കഴിഞ്ഞു. അതിന്റെ മേലെ ഒരു റെഡും കൂടി ഉണ്ട്. നീ ഒന്ന് കണ്ണ് തുറന്ന് നോക്കിക്കേ. അങ്ങ് മേലോട്ട് നോക്കേ. ഇല്ല, ഈ ബ്ലോക്ക് കൂടെ കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു കേട്ടോ. ഈ ബ്ലോക്ക് കഴിയണ സമയം തോന്നുന്നു ആ മേളിൽ നിന്നൊക്കെ വണ്ടി പോയി തുടങ്ങി കേട്ടോ. ഫ്രണ്ടിൽ കിടക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഷെയർ ടാക്സികളാട്ടോ ഏറ്റവും കൂടുതൽ വണ്ടി വരുന്നത്. അതേലടാ. അതെ, എന്നെ സംബന്ധിച്ചാല് സിക്കിം ഇവിടെ ബസ്സുണ്ട്. ഒരു കാര്യം പറഞ്ഞു. അല്ല, ബസ് ഉണ്ടെങ്കിൽ കണ്ടോ ഈ നോർത്ത് ബംഗാളിലൊക്കെ ബസ്സുണ്ട്. ഇതൊക്കെ ഇവരവരുടെ സ്ഥലങ്ങളിലേക്ക് ഷോർട്ട് കട്ട് അല്ലാതെ വലിയ ലോൺ കട്ടൊന്നുമില്ല. നീ ആവശ്യത്തെ പിടിച്ച് കീറിട്ടാക്കില്ല. അതായത് മേലോട്ട് 400 രൂപ ഇത് കൂടി ഷെയർ ടാക്സിക്ക് 125 കിലോമീറ്ററിന് 400 രൂപ. അച്ഛനത് മേളിൽ നിന്ന് ബസ് വരുന്നുണ്ട്, അവർക്ക് 200 രൂപയേ ഉള്ളൂ. അപ്പൊ ഒരു വണ്ടിയിൽ എത്ര പേര് കയറും? 10 പേര് കയറുമ്പോ 15-20 പേര് കയറൂലേ? അല്ല, എണ്ണക്കാശ് മുതലാണ്ടേടാ. ഫൈനലി ആ ഡേഞ്ചർ സ്ഥലം എത്തിട്ടോ. ഓ, ഇതായിരുന്നു അന്ന് മണ്ണിടിഞ്ഞിട്ട് ഒറ്റ സിംഗിൾ വണ്ടി മാത്രം പോയ റോഡ്. അമ്പോ, ഇതെന്തെന്നാ ഇത്? അതായത് കുറേ ഉദ്യോഗസ്ഥരെ പകലാകുമ്പം ഡ്യൂട്ടി കിട്ടും, രാത്രിയാകുമ്പോൾ ഒരു മനുഷ്യനുണ്ടാവില്ല. പിന്നെ ഇവിടെ ഉള്ളവരുടെ ലോക്കൽസിൻ്റെ ഗുണ്ടായിസും പിന്നെ അവരുടെ സർക്കസും പരിപാടികളൊക്കെ ഏറ്റവും കൂടുതൽ. അതെ, അതായത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വരാതെ നമ്മൾ ഒരിക്കലും സമയമോ, നിങ്ങളൊക്കെ സിക്കിം അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളൊക്കെ പോകാൻ നേരത്ത് ഒരിക്കലും സമയമൊന്നും വെച്ച് പോകരുത്. ഇങ്ങനെയുള്ള ലാൻഡ് സ്ലൈഡുകൾ മറ്റ് സംഭവങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിപ്പം ഒരേ ഒരു വണ്ടിക്ക് പോകാനുള്ള വഴി മാത്രമേ ഉള്ളൂ ഈ ഒരു റൂട്ട് കേട്ടോ. നോക്കിയേ, ഇങ്ങോട്ട് വന്നതും അങ്ങോട്ട് ഈ റോഡിൻ്റെ അവസ്ഥ നോക്കിയേ. ഒരു വണ്ടിക്ക് മാത്രം പോകാനുള്ള റോഡ്. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ അപ്പം ഉണ്ടാക്കിയ റോഡിൽ കൂടെ നമ്മൾ പുത്തനായിട്ട് നമ്മുടെ വണ്ടിയാ പുതിയതായിട്ട് കയറിപ്പോയേ. പിന്നെ എല്ലാവരും പടപടേന്ന് വണ്ടി ഇറക്കിക്കൊണ്ട് പോയിട്ടോ. ഇതിപ്പോൾ നോക്കിയേ, ഇത് കഴിഞ്ഞാൽ ബ്ലോക്ക് കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ അയ്യോ എന്താ അവസ്ഥ എൻ്റെ പൊന്നി. ഈ റോഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റിസ്ക് ഒന്നുമില്ല. ഇനി കുത്തിക്കയറ്റിൽ ഈ പോകുന്ന വണ്ടികളുണ്ടല്ലോ, അതായത് ഈ ആർമിയുടെ ടോയ് ചെയ്തുകൊണ്ട് പോകുന്നത്, നോക്കി അവൻ കുത്തിക്കയറ്റിക്കൊണ്ട് വന്ന് ഒരു നോട്ടവും ഇല്ല കേട്ടോ. ടോയ് ചെയ്യുന്നതും ബിആറുടെ വണ്ടിയാണ്. ഇതാണ് സിലിഗുരി ഗാങ്ടോക്ക് ബസ് കേട്ടോ. പ്രൈവറ്റ് ആണെന്ന്, ചെറിയ ബസ്. ഫ്രണ്ടിൽ ഷൂ കെട്ടി തൂക്കിയിട്ടുണ്ട്, കണ്ണ് കിട്ടായിരിക്കാൻ. നമുക്ക് നമ്മുടെ വണ്ടികളൊന്ന് പ്രയോഗിക്കേണ്ടി. നമ്മുടെ വണ്ടിയിനകത്ത് പലതും ഉണ്ടായിരുന്നല്ലേ അല്ലേ? ശരിയാ. ഇനി നമ്മുടെ എല്ലാ വണ്ടിയിലും ചെറിയ ചെരുപ്പ് കുഞ്ഞു പിള്ളേർ ചെരുപ്പ് കിട്ടിയാൽ മതി അവനെ, അല്ലേ? കണ്ണ് കിട്ടൂല. നോക്കിക്കാടാ വണ്ടി അടിച്ച് പറിച്ച് കൊണ്ടുവന്നേ. ഫൈനലി നമ്മൾ അന്ന് വന്ന ആ സ്ഥലങ്ങളൊക്കെയാണിത്. ഇവിടെയൊക്കെ അന്ന് ഭയങ്കര ബ്ലോക്കായിരുന്നു. ഇതിലൊക്കെ നമ്മൾ കുത്തി കയറ്റിയാണ് കൊണ്ടുവന്ന്, ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും. അപ്പം ആ ഒരു സ്ഥലമൊക്കെ ഇന്ന് ഭയങ്കര ഫ്രീ ആണ്, വലിയ ബ്ലോക്കൊന്നുമില്ല. പക്ഷേ ഇന്നലെ രാത്രി നല്ല ബ്ലോക്കാണെന്നാണ് അറിയാൻ പറ്റിയത്. അതിൻ്റെ കാരണം
രാത്രി പോലീസുകാരോ പട്ടാളക്കാരോ ആരും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും അവരോ തോന്നിയാസമായിരിക്കും അല്ലേ ലിബി? അതെ, അതായത് പകല് പിന്നെന്ന് വെച്ചാൽ ആരും ഉണ്ടാവില്ലല്ലോ അവന്. അതെ, അല്ല സോറി, രാത്രി എവൻ പറഞ്ഞ പോലെ ആരും ഉണ്ടാവില്ല. അത് കാരണം തോന്നിയാസമായിരിക്കും. പകലെന്ന് വെച്ചാൽ പോലീസുകാരും പട്ടാളക്കാരും എല്ലാം കറക്റ്റ് ക്യൂ പറഞ്ഞ് വിടുകയുള്ളൂ. ഗായ്സ്, ഈ കാണുന്നൊക്കെ ഗാങ്ടോക്ക് ഭാഗങ്ങളിലേക്ക് വന്ന റെയിൽവേയുടെ പുതിയ വർക്ക് സംഭവമാണ്. ഇവിടെയാണ് നമ്മൾ ഡാർജിലിംഗിൽ നിന്ന് വന്നിറങ്ങിയ സ്ഥലം കേട്ടോ. ഇവിടെ മുതലാണ് നമ്മൾ അന്ന് ആ ബ്ലോക്ക് കൊണ്ടതും വീണ്ടും തിരിച്ചു പോയതും വീണ്ടും നമ്മൾ തിരിച്ച് ഗാങ്ടോക്കിലേക്ക് പോയ റൂട്ടൊക്കെ. നിസ്സാര കിലോമീറ്റർ ഉള്ളു, എന്തോരം ഓടണമായിരുന്നല്ലേ. ഇന്നിപ്പോ ഇവിടെ ബ്ലോക്ക് ശരിയായി. അടിപൊളി. ഇച്ചിരി കൂടെ ഫ്രണ്ടിലോട്ട് വെച്ചു ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ഇവനെ അവിടെ ഓഫായി പോയി. ഇവര് സഹകരണം ഇല്ല കേട്ടോ, സ്വന്തം കാര്യം ഉണ്ടാവാം. പമ്പ് കഴിഞ്ഞിട്ടൊന്നുമില്ല, ഇത് കഴിഞ്ഞിട്ടാ പമ്പ്. കഴിഞ്ഞ ഒരു 1.5 കിലോമീറ്റർ കഴിഞ്ഞാ പമ്പ് കേട്ടോ. നമ്മുടെ സഹോദരന്റെ കട അവിടെയുണ്ട്. ഇവിടെ നമ്മൾ മറ്റേ കൂണൊക്കെ മേടിച്ചു ഓർക്കുന്നുണ്ടോ? ചേച്ചി കൂണ് മേടിച്ചാൽ പിന്നെ ഗൈസ്, നമ്മൾ അന്ന് മേടിച്ച കൂണുകട കേട്ടോ കാണുന്നത്. അവിടെ 2 ടൈപ്പ് കൂണുണ്ട്. ഉരുണ്ട കൂണല്ല നല്ല, മറ്റേ വേണ്ടല്ലോ. നീളം കൂണ് വേണ്ടല്ലോ. ചേട്ടൻ അവിടെ നിന്ന് ഇവിടുന്ന് വരാൻ സാധ്യത. ജൽദി ഇല്ലല്ലോ, ജൽദി ഇല്ല. ഓക്കെ അല്ലേ? എത്ര പേരെ വെട്ടിച്ച് കയറി വന്നാണോ നമ്മളിനിയിപ്പം പരിപാടിയായി. ഇല്ല, നമ്മൾ ആ പമ്പിലോട്ടല്ലേ ഉള്ളൂ. നമ്മളിനി വണ്ടി തിരിഞ്ഞല്ലേ പോകുന്നത്. നമ്മൾ ഏത് റോഡിലാണ് പോകുന്നത്? ആ വളവുള്ള റോഡിലാണോ നല്ല റോഡിലാണോ അറിയില്ല. അത് കഴിഞ്ഞിട്ടുള്ള എനിക്ക് അറിയത്തില്ല. പമ്പ് വരെ എനിക്ക് അറിയുള്ളൂ. അത് നമ്മൾ വന്നിട്ടില്ലല്ലോ ആ റോഡിലേക്ക്. ഫ്രണ്ടിലേക്ക് നോക്കിയാൽ എല്ലാ തിരക്കുകളും എല്ലാ സംഭവങ്ങളും കഴിഞ്ഞ് റോഡ് കാലിയായി. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇഴയാം. അല്ലേ, നമുക്ക് 5 മിനിറ്റ് വണ്ടി റെസ്റ്റ് ചെയ്യാം കേട്ടോ. ഇത്ര ഇറക്കിറങ്ങിയ വണ്ടിയല്ലേ. ഫൈനലി അങ്ങനെ നമ്മൾ അന്ന് നിർത്തിയ പെട്രോൾ പമ്പിലെത്തി. നമ്മൾ എണ്ണ അടിച്ചു. നേരെ ഫ്രണ്ടിലേക്ക് വേണം. സിലിഗുരിയാണ്. ഒരു കാര്യം, ക്രെഡിറ്റ് കാർഡിൻ്റെ അത് 2 വട്ടം ബില്ല് വന്നു നോക്കണേ. ആദ്യം അടിച്ചപ്പോൾ മറ്റേ നെറ്റ്വർക്ക് ഇല്ലെന്ന് പറഞ്ഞ് ക്യാൻസൽ ആയിപ്പോയി. പേടിക്കണ്ട, പൈസ പോയിട്ടില്ലല്ലോ. അങ്ങനെ ഞാൻ കാർഡ് തിരിച്ചു തന്നിരിക്കണം. ഫൈനലി നമ്മളങ്ങനെ എണ്ണയൊക്കെ അടിച്ച് നമ്മളങ്ങനെ എത്തിയിരിക്കുകയാണ്. ഈ റൂട്ടിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഈ റൂട്ടിൽ ആദ്യമായിട്ടാ അല്ലേ? നമ്മൾ ഈ റൂട്ടിലല്ല വന്നത്, നമ്മൾ വേറെ റൂട്ടിലാണ് വന്നത്. ആദ്യം നമ്മൾ സിക്കിമിൽ പോയപ്പോഴും ഈ റൂട്ടിൽ കൂടെയാണ് നമ്മൾ ട്രാവലർ കയറി വന്നത്. അതെ. അത് പക്ഷെ 4 വർഷം മുമ്പായിരുന്നു. 4 വർഷം മുന്നേ. 4 വർഷം മുന്നേ പോലെ അല്ലല്ലോ ഇപ്പം വണ്ടികളും എല്ലാ സംഭവം കൂടിയിരുന്നു. നമ്മൾ ആ സമയത്ത് ഈ സ്ഥലത്തൊന്നും വലിയ ഡെവലപ്മെന്റ് വന്നിട്ടില്ല. അപ്പുറം ലഡാക്ക് കാശ്മീർ സൈഡിലൊക്കെയാണ് ഡെവലപ്മെന്റ്. പണ്ട് എങ്ങനെ വന്നു അതേപോലെ ഇപ്പോഴും അല്ലേ? നോക്കിക്കേ, ഒരു വണ്ടി ആ ഗ്യാപ്പിൽ നിന്ന് പോയി കേട്ടോ. താന്നു പോയത് അത് ബീഫ് അടിഞ്ഞു പോയി. അവന്റെ സമയം ശരിയല്ല കേട്ടോ. കറക്റ്റ് ആ സമയത്ത് തന്നെ ആ സ്ഥലത്തിന് സമയം തന്നെ ഇടിഞ്ഞു പോയ സ്ഥലത്ത് തന്നെ അല്ല മെഴുകുന്ന കല്ലൊക്കെ വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇതൊക്കെ കല്ലൊക്കെ വീണ് നോക്കിയേ. ഇവിടുത്തെ മണ്ണിനൊന്നും വലിയ കട്ടിയില്ലടാ അലിവിന്. ഇവിടുത്തെ മണ്ണെന്ന് പറഞ്ഞാണല്ലോ ആര് വിളിക്കുന്നു അവർ കൂടുതൽ പോകണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചാഞ്ഞിരിക്കുക. വേറെ കാര്യമുണ്ട്, ദാബുദാബിലുള്ള മണ്ണ ഇവിടുത്തെ ഭയങ്കര ധാതുക്കളുണ്ട് ഇവനെ. അതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് ഇടിഞ്ഞിടിഞ്ഞ് പോരുന്നത്. അപ്രതീക്ഷിതമായിട്ടൊരു ബ്ലോക്കിൽ കുടുങ്ങി കേട്ടോ. നമ്മൾ ഒട്ടും വിചാരിച്ചല്ല ഇങ്ങനെ ഒരു ബ്ലോക്ക് വരും. നല്ല വിചാരിച്ചാണ് ഈ റൂട്ടിൻ്റെ അകത്ത് ബ്ലോക്ക് ഉണ്ടാവും. ഇത്രയും വലിയ റോഡിൻ്റെ അകത്ത് ഇല്ല, ആർബിക്കോണിന് പോകുന്നത് അതാ തോന്നുന്നു. എന്താണെങ്കിലും ബ്ലോക്കാണ് കേട്ടോ. അങ്ങോട്ട് ഇപ്പോൾ വണ്ടി ഇപ്പം വിട്ടു തുടങ്ങിയുള്ളൂ. അവിടുത്തെ വണ്ടി പിടിച്ചിട്ടു നമ്മുടെ സൈഡിലുള്ള വണ്ടികൾ വിടാൻ വേണ്ടി തുടങ്ങി അല്ലേ? എന്റെ ദീപിച്ചേട്ടാ എന്നാ സംബന്ധിച്ച് ഈ സ്റ്റേറ്റ് ഇങ്ങനത്തെ സ്റ്റേറ്റ് വന്നു കഴിഞ്ഞാൽ മണ്ണിടിച്ച് മഴക്കാലത്ത് എന്തായാലും ഉണ്ടാവും. ഈ റൂട്ടിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് മേളിൽ നിന്ന് കല്ല് വീഴും. വളരെ ശ്രദ്ധിച്ചു വേണം ഓടിക്കുന്നത്. കാരണം ഇത് കണ്ടോ, അങ്ങോട്ട് നോക്കിയേ, അത് ഇടിയുന്ന സ്ഥലം. അങ്ങോട്ട് നോക്കിയേ. ഞാൻ പറഞ്ഞതനുസരിച്ച് നമ്മുടെ അവിടുത്തെ ഡ്രൈവിംഗ് ശീലം എല്ലാം തെറ്റാവനെ. എൻ്റെ ആശാൻ എന്നെ പഠിപ്പിച്ച് തന്നാക്കുന്ന റൂട്ടിൽ നോക്കി വണ്ടി ഓടിക്കാനാ. പക്ഷെ ഞാൻ ഇപ്പം പഠിച്ചതെന്ന് വെച്ചാൽ ആകാശത്ത് നോക്കി വണ്ടി ഓടിക്കാനാ. അവിടുത്തെ കല്ല് വീണ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുമോ? ഈ മുദ്ര ശ്രദ്ധിക്കാത്തോണ്ടാ. മുദ്ര നോക്കണം. നമ്മുടെ നാട്ടിൽ മറ്റേന്ന് പറയുമ്പോ അവിടെ മുദ്ര മാറിപ്പോയി. 2 മുദ്ര ഉണ്ടായിരുന്നു. മുദ്ര ഭയങ്കര മോശം റോഡാണ്. നമ്മൾ വിചാരിച്ച പോലെ ഒന്നും അല്ല കേട്ടോടാ. ഈ ഒറ്റ പാത കാരണം ഇവിടെ മൊത്തം ബ്ലോക്ക് വന്നേ. പൊട്ടിയോടാ ഈ മല മൊത്തം ഇങ്ങോട്ട് പോകുന്നവനെ. അപ്പം ബാക്കി മലയും കൂടി ഇങ്ങ് പിടിച്ചു. ഒരു വണ്ടിക്ക് കഷ്ടി പോകാനുള്ള വഴി കേട്ടോ. ഇതൊന്നുമല്ല സംഭവം. അപ്പുറത്തോട്ട് നോക്കിയേ, ആ സൈഡത്തെ ഇല്ലേ റോഡ് ഇടിഞ്ഞ് താന്നു. അന്നിപ്പോൾ ആ സൈഡിലോട്ട് ഇനി മാറ്റാൻ പറ്റൂല. അതായത് ഈ സൈഡത്തെ നമ്മൾ ഇടിച്ചു. എന്നിട്ട് ഇവിടെ പുതിയൊരു പാത പണിതു. അങ്ങനെയാണ് വണ്ടി വിടാൻ വേണ്ടി തുടങ്ങിയത്. ബ്ലോക്ക് നോക്കിയാൽ ഗാങ്ടോക്കിന് പോകുന്ന വണ്ടികളുടെ ബ്ലോക്കോ അപാര ബ്ലോക്ക്. എത്ര ദൂരം ഇവര് സഞ്ചരിക്കുന്നതല്ലേ. എന്തോ പോണോടെ ഇവര്. AC സ്ലീപ്പർ ഡീലക്സ് സൂപ്പറോ സൂപ്പർ അല്ല കേട്ടോ. റോഡ് ഇടിഞ്ഞു പോയേ. അപ്പൊ റോഡിന്റെ സ്ഥാനത്ത് വേറെ റോഡ് ഉണ്ടാക്കിയിട്ടാണ് ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി വിട്ടത്. ഇത് നോക്കി ഇവരെല്ലാം കല്ല് ശ്രദ്ധിച്ചിരിക്കുകയാണ്. കല്ല് മേളിൽ നിന്ന് താഴോട്ട് വീഴുമെന്ന്. അതേസമയത്ത് ഈ സൈഡ് നോക്കിയാൽ റോഡില്ല.
വാടാ പെട്ടെന്ന് വന്ന് ആർമിക്കാരൊക്കെ ലൈൻ വലിക്കുന്നുണ്ട്. ആർമിയുടെ ഒക്കെ കുറേ ലൈനും കാര്യങ്ങളൊക്കെ ഈ മഴക്കാലത്ത് പൊട്ടിപ്പോയിട്ടുണ്ടേ. അപ്പോൾ അതിവിടെ റെഡിയാക്കി ആർമിക്കാർ റെഡിയാക്കുന്നുണ്ട്. ഇതൊക്കെ ബ്ലോക്ക് എന്നാ ബ്ലോക്കാ ഇത്. ഇവിടെ സ്കോർപ്പിയോയും അതുപോലെ തന്നെ XUV ഈ രണ്ട് സാധനം ഉള്ളു കേട്ടോടാ. ഭയങ്കരമായിട്ട് കൂടുതലായി. സ്കോർപ്പിയോക്ക് പവർ കൂടുതലാണോ ഒന്നും അറിയത്തില്ല. ആൾക്കാർ കണ്ട മനസ്സിലാണ്. ഒരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്ന വണ്ടി ഇവിടെ ഇറങ്ങൂല, ഇവിടെ ഇറങ്ങുന്ന വണ്ടി നമ്മുടെ നാട്ടിലും ഇറങ്ങൂല അല്ലേ? യെസ് ഗൈസ്, നോക്കൂ ഫൈനലി നമ്മളങ്ങനെ സിലിഗുരി എത്തിയിരിക്കുകയാണ്. യെസ്. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ റാഞ്ചിയാണ്. ഒന്നേ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ടെത്തും, 1-2 ദിവസം കൊണ്ടെത്തും. റാഞ്ചി ഒരു ദിവസം 2 ദിവസം കൂടെ എത്താൻ സാധ്യതയുണ്ട്. 600 കിലോമീറ്റർ ഇല്ലേ. അപ്പം നമ്മൾ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതിലേക്ക് ഗുഡ് ബൈ ആൻഡ് ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് സീ യു.